വേൾഡ് റെസ്ലിംഗ് എന്റർടൈൻമെന്റ്സിലെ ഏറ്റവും പ്രശസ്തമായ പേരാണ് ഹൾക്ക് ഗോഗൻ എന്ന പേരിൽ അറിയപ്പെട്ട ടെറി ബോളിയായുടേത്. 33 വർഷം നീണ്ടുനിന്ന തന്റെ റെസ്ലിംഗ് സബരിയിൽ ഹൾക്ക് സ്വന്തമാക്കിയ നേട്ടങ്ങൾ കുറച്ചൊന്നുമല്ല. 12 ലോക ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കിയ ഹൾക്ക് റിങ്ങിലേക്കെത്തിയാൽ പിന്നെയൊരു പൂരമാണ്. ഹൾക്ക് മാനിയ ബാധിച്ച പതിനായിരങ്ങൾ പിന്നെ ഹൾക്കിന്റെ സ്മാഷുകൾക്ക് വേണ്ടി ആരവങ്ങൾ പൊഴിക്കുന്ന കാഴ്ച. വ്യത്യസ്തങ്ങളായ പൊസിഷനുകളിൽ നിന്ന് പെട്ടെന്ന് ടേക്ക് ഡൗൺ ചെയ്യുന്ന രീതി, എസ്കേപ്പിന്റെ വേഗത, പിൻ ചെയ്യുന്ന ചടുലത, സൂപ്ലക്സും ഫോക്സ്ലാമും ചെയ്യുമ്പോഴത്തെ അഗ്രസീവ്നെസ്, ഡബിൾ ലെഗ് ടേക്ക് ഡൗണും ഡക്ക് അണ്ടറും ആം ത്രോയും ചെയ്യുമ്പോഴത്തെ എനർജി, ബ്രിഡ്ജും എക്സ്പോഷറും ചെയ്യുമ്പോഴത്തെ ബോഡി ലാംഗ്വേജ്. ജനക്കൂട്ടം അപ്പോഴേക്കും ഭ്രാന്തിന്റെ വക്കോളം എത്തിയിട്ടുണ്ടാകും. അനുകൂലിക്കുന്നവരുടെയും എതിർക്കുന്നവരുടെയും ആർപ്പുവിളികൾ ബ്രഹ്മാണ്ഡ തലത്തിൽ എത്തിയിട്ടുണ്ടാകും. 1953 ഓഗസ്റ്റ് 11 ജോർജിയയിൽ പീറ്റർ ബോളിയായുടെയും റൂത്തിന്റെയും മകനായി ജനനം. 16 വയസ്സു മുതൽ പ്രൊഫഷണൽ റെസ്ലിംഗ് കാണാൻ തുടങ്ങി. 1977 തന്റെ 24-ാം വയസ്സിലാണ് റെസ്ലിംഗ് ലൈഫ് ആരംഭിക്കുന്നതെങ്കിലും പ്രശസ്തനാവുന്നത് 1983 ആ വർഷമാണ് ഹൾക്ക് വേൾഡ് റെസ്ലിംഗ് ഫെഡറേഷനിൽ കരാർ ഒപ്പിടുന്നത്. പിന്നെ ഹൾക്കിനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 1980കളിലും 90കളിലും ലോകത്തെ വിസ്മയിപ്പിച്ച ഇതിഹാസ താരം തന്റെ 71-ാം വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. പോപ്പ് കൾച്ചറിന്റെ വക്താവും ലോകത്തെ പ്രഖ്യാതമായ പല TV ചാനലുകളിലും സിനിമകളിലും നിറഞ്ഞു നിന്നിരുന്ന ഹൾക്കിന്റെ അറിയപ്പെടാത്ത ചില വസ്തുതകൾ ഇവയൊക്കെയാണ്. റെസ്ലിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ബാസ് ഗിറ്റാറിസ്റ്റ് ആയിരുന്നു ഹൾക്ക്. പ്രശസ്തമായ മെറ്റാലിക്ക ബ്രാൻഡിലേക്ക് ക്ഷണം ലഭിച്ചെങ്കിലും തന്റെ എത്തിക്സ് പിന്തുടർന്നതുകൊണ്ട് ആ ക്ഷണം വേണ്ടെന്ന് വെക്കുകയാണ് ഉണ്ടായത്. ഹൾക്ക് ആ സമയങ്ങളിൽ ഫ്ലോറിഡ റോക്ക് ബാൻഡിന് വേണ്ടി ഗിറ്റാർ വായിക്കുന്നുണ്ടായിരുന്നു. ഏറെ പ്രശസ്തനായതിനാൽ 1981 WWE പ്രോഗ്രാമിൽ നിന്ന് ഹൾക്കിനെ ഒഴിവാക്കിയ ചരിത്രവുമുണ്ട്. ആ കാലങ്ങളിൽ റെസ്ലേഴ്സിന് ഹോളിവുഡ് സിനിമകളിൽ അഭിനയിക്കരുത് എന്നൊരു അലിഖിത നിയമമുണ്ടായിരുന്നു. റോക്കി 3 എന്നൊരു സിനിമയിൽ ഹൾക്ക് അഭിനയിച്ചു നിൽക്കുന്ന സമയമായിരുന്നു അത്. 1970കളിൽ ഏറെ പ്രശസ്തമായ ഇൻക്രെഡിബിൾ ഹൾക്ക് എന്ന സിനിമയിൽ അഭിനയിച്ച നായകൻ തന്നെയാണ് ടെറി ബോളിയായിക്ക് ഹൾക്ക് എന്ന നിക്നെയിം ചാർത്തിക്കൊടുത്തത്. ഹൾക്ക് ജീവിതത്തിലും ഒരു റിയൽ ഹീറോ ആണെന്ന് സാക്ഷ്യപ്പെടുത്തിയ സംഭവവും ഉണ്ടായിട്ടുണ്ട്. ജെറ്റ് സ്കി ആക്സിഡന്റിൽപ്പെട്ട് മുങ്ങി മരിക്കാൻ പോവുകയായിരുന്ന 6 വയസ്സുള്ള ആൺകുട്ടിയെ ഹൾക്ക് സാഹസികമായി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. WWE ഹാൾ ഓഫ് ഫെയിമിലേക്ക് 2 തവണ എൻട്രി കിട്ടിയ ലോകത്തിലെ ഒരേയൊരു റെസ്ലറും ഹൾക്ക് ആണ്. 2005ലും 2020ലും ഹൾക്കിനെ ഉൾപ്പെടുത്തി. റെസ്ലിംഗിലെ ഇതിഹാസ താരമായിരുന്നു ഹൾക്ക്. ഒട്ടേറെ വിവാദങ്ങളും ഹൾക്കിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുണ്ട്. കുടുംബജീവിതത്തിലും ഏറെ ട്രാജഡീസ് ഉണ്ടായിട്ടുണ്ട്. അശ്രദ്ധമായി വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയതിന് മകൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഭാര്യ വിവാഹബന്ധം ഏർപ്പെടുത്തി വലിയൊരു സംഖ്യ തന്നെ ഹൾക്കിൽ നിന്ന് വാങ്ങിയെടുത്തു. കറുത്ത വംശജനെ പ്രേമിച്ച മകളെ ശാസിച്ചതിന് മകൾ വീട് വിട്ടിറങ്ങിപ്പോയിട്ടുണ്ട്. വംശീയ അധിക്ഷേപത്തിൻ്റെതായ വാക്കുകൾ ഹൾക്കിൽ നിന്നുണ്ടായിട്ടുണ്ട്. എങ്കിലും ത്രസിപ്പിക്കുന്ന ഗുസ്തി മത്സരത്തിന്റെ ഗോതയിൽ പകരം വയ്ക്കാനില്ലാത്ത രാജാവും യോദ്ധാവുമാണ് ഹൾക്ക്.